ഇത് നോക്കൂ, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ വടയാണ്. എന്താ അതിൻ്റെ സ്വാദ് എന്ന് പറയും. ഒരു തുള്ളി എണ്ണ കുടിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ എണ്ണ ഉണ്ടോ നോക്കൂ, ഇല്ല. അത്ര വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു നേരം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്നാലും വലിയവർക്കും ഓഫീസിൽ നിന്ന് വന്നവർക്കും എല്ലാവർക്കും കഴിക്കാനുള്ള സ്നാക്കായി. എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത്ര ആരോഗ്യത്തിന് അത്ര ഹാനികരമല്ലേനും, നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എണ്ണയൊന്നും അധികം കുടിക്കില്ല, എണ്ണയ്ക്ക് അധികം ചിലവില്ല, ബാക്കി ടൈം കൺസ്യൂമിങ്ങും അല്ല, എളുപ്പം ഉണ്ടാക്കാൻ നോക്കും. അപ്പം അത് കാരണം കൊണ്ട് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. 2-3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലി കളഞ്ഞ് സ്കിൻ കളഞ്ഞ് അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യുക കേട്ടോ. 3 ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. ചെറുതാണ്, വളരെ ചെറുതാണ്, കുറച്ചേ ഉള്ളൂ. അപ്പം അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആ ഗ്രേറ്റ് ചെയ്യേണ്ട വിഷമം മാത്രമേ ഉള്ളൂ. ഗ്രേറ്റ് ചെയ്യാൻ വിഷമമൊന്നുമില്ല. ഇതിലാവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് ചെയ്ത് നമുക്ക് വളരെ ഈസിയാണ് അത്. ഇനി ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യണം വെച്ചെങ്കിൽ നല്ല പോലെ കഴുകണം. വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ സ്റ്റാർച്ച് കളയണം. അതാണ് അതിൻ്റെ ഏറ്റവും ആവശ്യമുള്ളത്. അപ്പോഴേ അതിന് ക്രിസ്പായിട്ട് കിടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ കഴുകി ഇട്ടത് അതിനെ നോക്കൂ, ഞാൻ അരിപ്പയിലിട്ടിട്ട് ഞെക്കി വെള്ളം കളഞ്ഞ് ഞെക്കി എടുക്കണം കേട്ടോ. കണ്ട് വെള്ളം എടുത്തു അത് മുഴുവൻ കഴിഞ്ഞെടുക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഞെക്കിയെടുത്തു. അതിൽ തുള്ളി വെള്ളമില്ല കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, അതൊക്കെ അതിലിട്ടു കേട്ടോ. അതിലിട്ടു കരിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിൽ ഇട്ടോളൂ. കുറച്ച് കുട്ടികളാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. വലിയവർക്ക് നല്ല എരിവൊക്കെ വേണമെങ്കിൽ പച്ചമുളക്. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ 2-3 ടീസ്പൂൺ കടലപ്പൊടി, അതായത് അത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കടലപ്പൊടി ഇടുന്നത് വളരെയധികം. പിന്നെ ഉപ്പ് പാകത്തിനിടുക. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരേ ലേശം ഇട്ടാൽ മതി, കുറേശ്ശെ. മഞ്ഞൾപ്പൊടി ഇടുന്നത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഉപ്പിട്ടു. എന്നിട്ട് നല്ല പോലെ ഇളക്കി നല്ല പോലെ കുഴച്ച് കൊണ്ടുവരിക. നമ്മൾ വെള്ളം ചേർക്കരുത് കേട്ടോ. ആലുവിലുള്ള ആ വെള്ളം മാത്രം മതി. ആ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഞെക്കി പിടിഞ്ഞ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അത് കാലാക്കി എടുക്കണം. ഉരുണ്ട് വരുന്നു, മാവ് വരണ്ട്. ഇത്തിരി കായപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. കായപ്പൊടി ഇടാൻ മറക്കരുത്. ഒരു ലേശം കായപ്പൊടി ഇട്ടുള്ളൂ. അത് ഉരുട്ടി എടുക്കണം. ഇനി അതിങ്ങനെ ഒന്നും കൂടെ കുഴക്കണ പോലെയാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരു തുള്ളി എണ്ണ വേണമെങ്കിൽ ഒഴിച്ചോളൂ. എണ്ണ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. ഞാൻ ഒഴിച്ചു പോയതായാലും. എന്നിട്ട് ഇനി അതിനെ ഉരുട്ടണം. നമുക്ക് വടയാക്കി മാറ്റണം. എന്ത് ഭംഗിയാ നോക്കുക, ബാറ്ററി കാണാം. ഇനി നെക്സ്റ്റ് ഇത് ചെറിയ ഉണ്ടകൾ ഉരുട്ടി അതിനെ വടയാക്കി കേട്ടോ. വടയുടെ ഷേപ്പാക്കി പരിപ്പുവട പോലെയാക്കി കേട്ടോ. നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കണ പോലെ, പക്ഷെ കുഴിയില്ല. പിന്നെ ഉരുട്ടിയിട്ട് പരത്തും. ഏത് ഷേപ്പ് വേണമെങ്കിൽ ആവാം. ഈ ഷേപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഉണ്ടയായിട്ട് വെച്ചോളൂ, അല്ലെങ്കിൽ വേറെ നീളം ഷേപ്പിൽ വേണമെങ്കിൽ ആയിക്കോളൂ. നീളം ഷേപ്പിലായിക്കോ, എങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് എണ്ണ അടുപ്പിൽ വെച്ചു. ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ, ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വടകളൊക്കെ എടുത്തിട്ടു. ഇപ്പോൾ തീ നല്ല ഇതിലാണ് കത്തണത്. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലല്ല മീഡിയത്തിലാക്കൂ. എന്നിട്ട് വെച്ചോളൂ. പിന്നെ ആ വടകളൊക്കെ കിടന്ന് മൊരിഞ്ഞ് പാകാവട്ടെ കേട്ടോ. നോക്കൂ, ഗോൾഡൻ കളറായി. എന്താ ഭംഗി നോക്കൂ വടകളുടെ. എന്ത് വടയാന്ന് മനസ്സിലാവും ഇത് കണ്ട? നോക്കൂ എല്ലാവരും. എനിക്ക് മനസ്സിലാവില്ല. നല്ല ടേസ്റ്റ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റും മനസ്സിലാവില്ല. അതല്ലേ കഷ്ടം. ടേസ്റ്റ് നമുക്ക് തോന്നുന്നു ആ പരിപ്പ് അരച്ച വടയാന്ന് വിചാരിക്കും. അത്ര സ്വാദാണ് അത്. ചായക്കാണെങ്കിൽ നല്ല സ്വാദാണ്. ചായയുടെ ഒപ്പം ഇത് വട വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. കമൻസ് എഴുതൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ കേട്ടോ. ശരി, താങ്ക് യു.